ഇന്ന് നമ്മൾ അടിപൊളി ഒരു മോക്ടെയിൽ പരിചയപ്പെടാം കേട്ടോ. ഇത് നമ്മുടെ കാക്കനാട് പടമുകൾ വാഴക്കാല റൂട്ടിൽ ഫ്യൂഷൻ സോഡ എന്ന് പറയുന്നൊരു കടയാണ്. ഞാനതിലെ പോയപ്പോൾ കുറേ മദ്യക്കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നേരെ കടയിലേക്ക് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സ്പെഷ്യൽ ക്യാരറ്റ് മോക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് ട്രൈ ചെയ്താക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഓറഞ്ചും ക്യാരറ്റും മിക്സ് ചെയ്തൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു 2 ഗ്ലാസ്സിലും ഐസ് അങ്ങ് ഫില്ല് ചെയ്തു. എന്താ സംഭവം എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്ത് സാറേ, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ അവരുടനെ അവരുടെ ഫ്ലേവറൊക്കെ ചേർത്ത് ഓറഞ്ചും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്തുള്ള ജ്യൂസ് റെഡിയാക്കി 2 എണ്ണം ഓർഡർ ചെയ്തുകൊണ്ട് 2 ഗ്ലാസ്സിലേക്ക് അവർ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് ഇവർ നല്ല പ്രൊഫഷണൽ രീതിയിലാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ കടയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ 2 ഗ്ലാസ്സിലേക്ക് അവർ ഐസ് ആഡ് ചെയ്യും. നല്ല തണുപ്പ് കിട്ടാനും വേണ്ടിയാണ് ഐസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ശരിക്കുമുള്ള കഠിനാധ്വാനം തുടങ്ങുന്നത്. അവർ നല്ലതുപോലെ കുലുക്കും. അടിപൊളിയായിട്ട് കുലുക്കുക മാത്രമേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പ്രൊഫഷണലായിട്ടാണ് കേട്ടോ കുലുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൊഫഷണൽ ആൾക്കാരാണ് ഇവരൊക്കെ. അടുത്ത ഗ്ലാസ് എടുത്തു, അതുപോലെ തന്നെ കുലുക്കുന്നു. സൂപ്പറായിട്ടാണ് കുലുക്കുന്നത്. കുലുക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ നമ്മുടെ ഇച്ചിരി ജ്യൂസ് എടുത്ത് ഇവർ ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ ടേസ്റ്റ് പക്കയായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഐസ് അവർ ഗ്ലാസ്സിലിട്ട് ശരിക്കും ഒന്ന് കറക്കും. ആ ഗ്ലാസ് തണുപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഐസ് അതിൽ ആദ്യമേ ഇടുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഐസ് ഇട്ട് ഗ്ലാസ് ആദ്യമേ തണുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ആദ്യമേ തന്നെ ആ ഐസ് ഇട്ടത്. അത് കഴിയുമ്പോൾ ആ ഐസ് എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഗ്ലാസ് കാണാം. കണ്ടോ, അടിപൊളിയായിട്ട് ഗ്ലാസ് നല്ല ചിൽഡായിട്ടിരിക്കുന്നു. ആ ചിൽഡ് ഗ്ലാസ്സിലേക്ക് ഈ ചിൽഡ് ആയിട്ടുള്ള ഓറഞ്ചും കൂടി അങ്ങ് ചെല്ലുമ്പോൾ ഓറഞ്ച് ജ്യൂസും ഈ മോക്ടെയിൽ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വരും. അതിനുശേഷം നമ്മുടെ ചിൽഡ് ഗ്ലാസ്സിലേക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കേട്ടോ, നല്ല അടിപൊളി ലുക്കല്ലേ, സൂപ്പർ. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഗ്ലാസ്സിലും ഈ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവർ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിൻ്റെ അല്ലി ഇതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിൽ ഇവർ വെക്കും. ഇതുപോലെ. ഇപ്പം അതിൻ്റെ ലുക്ക് ഒന്ന് മാറിയില്ലേ, അടിപൊളിയല്ലേ കാണാൻ. ഇനിയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇവർ കാണിക്കാൻ പോകുന്നത്. അവരതിൻ്റെ മേളിൽ ചെറുതായിട്ട് ഓറഞ്ചിൻ്റെ തൊലി പതുക്കെ ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് കത്തിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ഫ്ലേവർ നമ്മുടെ ഈ ജ്യൂസിലേക്ക് വരും. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വേണം പറയാൻ. ഞാനിത് വേറെ ഒരിടത്തും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ. 3 പ്രാവശ്യം ഒരു ഗ്ലാസ്സിൽ ചെയ്യും കേട്ടോ. കണ്ടോ, സൂപ്പറല്ലേ. ഓറഞ്ചിൻ്റെ ആ തൊലി പിഴിയുമ്പോൾ ഒരു ആസിഡ് വരില്ല, അതായിരിക്കും കത്തുന്നത്. അവർ പിഴിഞ്ഞ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഇതാണ് സംഭവം കേട്ടോ. നമ്മുടെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഒരു മറക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് പോലെ തന്നെ പൊളി സാധനമാണ് കേട്ടോ. പൊളി സാധനം, ഒരു രക്ഷയില്ല. പൊളി സാധനമാണ്. നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഉറപ്പായിട്ടും ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഇത് നമ്മുടെ പടമുകൾ ഉള്ള ഫ്യൂഷൻ സോഡ എന്ന് പറയുന്ന കടയാണ്. ഇതാണ് കടയുടെ ഒരു ഓവർവ്യൂ. നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ സേഫാണ് കേട്ടോ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ സൂപ്പർ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.